എനിക്ക് തോന്നുന്നത് ദീപക് മലയമ്മ നിൽക്കുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ്, അതായത് സമാപിക്കുന്ന ഇടത്താണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ പ്രചാരണം മുന്നോട്ട് പോവുക? എങ്ങനെയാണ് അതിൻ്റെ ഒരു സമാപനം? എങ്ങനെയാണ് BJP അതിന് ആസൂത്രണം നൽകുന്നത് ദീപക്? നികേഷ്, 1,00,000-ലധികം ആളുകളെ ഇന്ന് പാലക്കാടേക്ക് എത്തിക്കുക. മോദി പ്രചാരണത്തിന് എത്തുന്ന ഘട്ടത്തിൽ പൂർണ്ണമായും ആ അർത്ഥത്തിൽ തന്നെ അർഹിച്ച രീതിയിലുള്ള സ്വീകരണം നൽകുക എന്നുള്ളത് തന്നെയാണ് BJP ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഇതിനോടകം തന്നെ ആളുകളെ പൂർണ്ണമായും ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രചാരണ ഘട്ടത്തിലൊക്കെ തന്നെ മോദി എത്തുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ വലിയ ആൾക്കൂട്ടത്തെ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പാലക്കാട് സംഘടനാ സംവിധാനത്തിൽ തന്നെ BJPക്ക് അത്രമേൽ ഒരു ആധിപത്യമുള്ള ഇടം എന്നുള്ള നിലയ്ക്ക് കൂടി നോക്കുമ്പോൾ ഈ റോഡ് ഷോ നടക്കുന്ന പാതയുടെ ഇരുവശങ്ങളിലും വലിയ തരത്തിൽ തന്നെ ആൾക്കൂട്ടം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര മണിക്ക് വന്നു ചേട്ടാ? 9 മണിക്ക്. 8 മണിയാകുമ്പോൾ വരുന്നേ? ഞാൻ കടമ്പഴിപ്പുറം. ആണല്ലേ? മോദിയെ നേരത്തെ കണ്ടിട്ടുണ്ടോ? പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ പോയി കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ പോയി കണ്ടിട്ടുണ്ട്. എല്ലായിടത്തും വരുമ്പോൾ പോകും? പോകാറുണ്ട്. ഏകദേശം പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോകും. ആണല്ലേ? ഓക്കെ. ഇത്തരത്തിലാണ് ആളുകളെ സംബന്ധിച്ച് അവർക്ക് പ്രധാനമന്ത്രിയെ കാണണം. ഒപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തരത്തിലുള്ള ചൂടാണ് പാലക്കാട് ഇപ്പോൾ അനുഭവപ്പെടുന്ന. ആ ചൂടിന് ചേച്ചി എപ്പോ വന്നേ? കുറച്ച് നേരമായി വന്നിട്ട്. ഇതിന് മുൻപ് പ്രധാനമന്ത്രി കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. എവിടുന്നാ വരുന്നത്? മണ്ണാർക്കാട്. എവിടുന്നാ വരുന്നത്? ടൗണിൽ തന്നെ. എത്ര മണിക്ക് എത്തി? ഞങ്ങൾ 8 മണിക്ക് എത്തി. അതെ. ഇത്തവണ ഇവിടെ ആര് ജയിക്കും? ചോദിക്കേണ്ടതില്ല. ചോദിക്കേണ്ട ആവശ്യമില്ല. അതെ, സ്വാഭാവികമായിട്ടും അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് ശ്രീ കൃഷ്ണകുമാർ എന്ന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വലിയ കൂട്ടം ആളുകൾ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് എത്തുമ്പോഴേക്കും അത് ആ അർത്ഥത്തിൽ തന്നെ പ്രവർത്തകരുടെ വികാര പ്രകടനങ്ങളുടെയൊക്കെ ഭാഗമായി മാറുകയും ചെയ്യും. കേവലം 900 മീറ്റർ മാത്രമാണ് ഇവിടെ ഇത്തവണ റോഡ് ഷോ നടക്കുന്നത്. ആ 900 മീറ്റർ റോഡ് ഷോ എന്ന് പറയുന്നത് ഏതാണ്ട് 1 മണിക്കൂർ സമയത്തേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനോടകം തന്നെ പ്രവർത്തകരുടെ കൈകളിലൊക്കെ തന്നെ പുഷ്പവൃഷ്ടി നടത്തുന്നതിന് വേണ്ടിയുള്ള പൂക്കൾ ഉൾപ്പെടെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കനത്ത ചൂടിനെ വകവയ്ക്കാതെ തന്നെ പ്രവർത്തകരെല്ലാം തന്നെ മോദി ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിലവിൽ മേഴ്സി കോളേജിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോയുടെ ആയിട്ടായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മേഖലയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ പൊന്നാനി അതുപോലെ തന്നെ മലപ്പുറം മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികൾ കൂടി പ്രധാനമന്ത്രിക്ക് ഒപ്പം ഉണ്ടാകുമെന്നുള്ള വിവരവും കൂടി ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്താ പറയാൻ വന്നേ? ഇന്നത്തെ പരിപാടിയെ കുറിച്ചിട്ട് വളരെ നല്ല അഭിപ്രായമാണ്. പാലക്കാട് താമര വിരിയും. എത്ര മണ്ഡലങ്ങൾ വിരിയും? കേരളത്തിലെ 4 മണ്ഡലത്തിൽ കൂടുതൽ താമര വിരിയും. 4 മണ്ഡലത്തിൽ കൂടുതൽ വിരിയും. ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെയാണ്. പാലക്കാട് 100% സി കൃഷ്ണകുമാർ ജയിക്കും. എന്താ ചേട്ടൻ? 2 മുന്നണികൾ ഒത്തില്ലെങ്കിൽ പാലക്കാട് വിരിയും. ഇതിനു മുൻപ് അങ്ങനെ ഒത്തിട്ടുണ്ടോ? അതെപ്പോഴും ഒത്തിട്ടുണ്ട്, ധാരാളം ഉണ്ട്. ഒത്തുരാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട്. അതില്ലെങ്കിൽ തീർച്ചയായിട്ടും പാലക്കാട് വിരിയും. പാലക്കാട് എന്തായാലും കൃഷ്ണകുമാർജി ജയിക്കും. 100% ഉറപ്പാണ്. ഈ ശ്രീധരൻ എന്ന് പറഞ്ഞ മെട്രോമാൻ ഇവിടെ തോൽക്കാൻ കാരണം ക്രോസ് വോട്ട് ചെയ്താണ്. 100% ക്രോസ് വോട്ടാണ്. ഇത് രാഷ്ട്രീയമായുള്ള ആരോപണം, അത് നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണവും കൂടിയാണ്. അത് ആ തരത്തിൽ തന്നെ ആ അർത്ഥത്തിൽ തന്നെ പ്രവർത്തകർ ഉന്നയിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ദൃശ്യങ്ങളിലേക്ക് കൂടി പോയാൽ കാണാൻ സാധിക്കും. ഈ പാതയുടെ ഇരുവശങ്ങളിലും ഇതിനോടകം തന്നെ ആളുകൾ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്ന കാഴ്ച. അല്പസമയത്തിനകം തന്നെ ഈ കോട്ട് റോഡിന്റെ നടുവിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റോഡ് ഷോയുമായി ഇവിടേക്ക് കടന്നുവരും. പുഷ്പവൃഷ്ടിയുമായി പ്രവർത്തകരെ സ്വീകരിക്കും. എന്തായാലും രാഷ്ട്രീയമായി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചലനങ്ങൾ ഉണ്ടാക്കുക, കേരളത്തിൽ അത്തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് താരപ്രചാരകൻ എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുന്നത്. ആ അർത്ഥത്തിലുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും BJPയുടെ ഭാഗത്ത് നിന്ന് ഇതിനോടകം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ശരി, ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്. നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അവസാനിക്കുന്ന ഇടത്താണ് ദീപക് മലയമ്മയുള്ളത്. ഇനി റോഡ് ഷോയുടെ മധ്യഭാഗത്തായി ഇക്ബാൽ അറക്കൽ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഇക്ബാൽ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രി കടന്നു വരട്ടെ. അങ്ങനെയാണെങ്കിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് BJP പ്രവർത്തകരുടെ പുഷ്പവൃഷ്ടിയാണ് നമ്മൾ ഇനി ദൃശ്യങ്ങളിലൂടെ കാണാൻ പോകുന്നത്. പാലക്കാട് ആ നിലയിലൊരു ആവേശം സൃഷ്ടിക്കാൻ BJPക്ക് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് ഒരു 3ാം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സി കൃഷ്ണകുമാറിൻ്റെ ഒരു പ്രത്യേകത, സി കൃഷ്ണകുമാർ പാലക്കാട് ജനിച്ചു വളർന്ന് പാലക്കാട് പ്രവർത്തന മണ്ഡലമാക്കിയിട്ടുള്ള ആളാണ്. ശരിയാണ്, VK ശ്രീകണ്ഠൻ പാലക്കാട്ടുകാരനാണ്. തൊട്ടടുത്ത ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ വോട്ടറാണ് വിജയരാഘവനും പാലക്കാട് പുതുമയല്ല, നേരത്തെ അദ്ദേഹം അവിടുത്തെ MP ആയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ 3 പാലക്കാട്ടുകാരുടെ തന്നെ മണ്ഡലം. അവിടെ സി കൃഷ്ണകുമാറിന് കൂടുതൽ മെച്ചം ലഭിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണുള്ളത്?
നികേഷ്, അതായത് കഴിഞ്ഞ 2019 ലോക്സഭാ ഇലക്ഷനിലെ തോൽവിക്ക് ശേഷം മുതൽ തന്നെ സി കൃഷ്ണകുമാർ കൃത്യമായി പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചിരുന്നു. ഈ 2024 വേണ്ടി ഈ കഴിഞ്ഞ ഒന്നര വർഷമായി അദ്ദേഹം പ്രചരണം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് തന്നെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. മലമ്പുഴ എന്ന് പറയുന്ന ആ ഒരു മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാത്രം ഈ 2021 നടന്ന ആ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തേക്ക് എത്താൻ സി കൃഷ്ണകുമാറിനെ കൊണ്ട് സാധിച്ചു. അന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥിയായ അനന്തപത്മനാഭനെ എല്ലാം തോൽപ്പിച്ചു അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് 2ാം സ്ഥാനത്തേക്ക് എത്താൻ അന്ന് സി കൃഷ്ണകുമാറിന് സാധിച്ചു. മാത്രമല്ല ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി ഇന്ന് BJP ആണ് ഭരിക്കുന്നത്. അതിന് വലിയ രീതിയിൽ ഒരു ചുക്കാൻ പിടിച്ചത് സി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലാണ്. മാത്രമല്ല നിലവിൽ ഷൊർണൂരും അതേപോലെ തന്നെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റികളെല്ലാം മുഖ്യ പ്രതിപക്ഷമായി മാറാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കൃത്യമായ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ BJPക്ക് ഇതെല്ലാം നേടിക്കൊടുത്തതിന് പിന്നിൽ സി കൃഷ്ണകുമാർ എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ സി കൃഷ്ണകുമാർ കൂടുതൽ വോട്ടുകൾ പിടിക്കും എന്ന രീതിയിൽ ഒരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കുന്നത്. നിലവിൽ 2,18,000 വോട്ടുകൾ എന്ന് പറയുന്ന വോട്ട് കൃത്യമായി തന്നെ BJPക്ക് ഒരു ബേസ് അവിടെയുണ്ട്. ഇനി ഇത്തവണ അത് കൂടുതലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. 2014 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്തിനേക്കാൾ 80,000-ലധികം വോട്ടുകളാണ് 2019 എത്തുമ്പോൾ സി കൃഷ്ണകുമാർ നേടിയത്. അത് നിന്ന് വലിയ രീതിയിലൊരു വർധനവ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനാണ് BJP നേതൃത്വം അതുപോലെ തന്നെ സി കൃഷ്ണകുമാറും ശ്രമിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, സി കൃഷ്ണകുമാർ നേടുന്ന വോട്ടുകളെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. നിലവിലെ സിറ്റിംഗ് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠനെയാണ്. കൂടുതൽ വോട്ടുകൾ BJP നേടുമ്പോൾ അതായത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് VK ശ്രീകണ്ഠനെ തന്നെയായിരിക്കും. അവിടെയാണ് ഈ പാലക്കാട് മണ്ഡലത്തിൽ ഒരു 3 മുന്നണികൾക്കും വലിയ രീതിയിൽ പ്രാധാന്യം ഉണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്.